പണ്ട് പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു, മഹാബലി തമ്പുരാൻ. ഈ ജനപ്രീതി അത്ര കണ്ട് വളർന്നാൽ ഒരു നാൾ സ്വർഗരാജ്യം കൂടി മഹാബലിയുടെ കൈപ്പിടിയിലാകുമെന്ന് ഭയന്ന ദേവേന്ദ്രൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. മഹാവിഷ്ണു വാമന രൂപം ധരിച്ച് മഹാബലിയോട് 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ദാനശീലനായ മഹാബലി അളന്നെടുത്തുകൊള്ളുവാൻ പറഞ്ഞു. 1 അടിക്ക് ഭൂമിയും 2ാമത്തെ അടിക്ക് പാതാളവും അളന്നെടുത്ത വാമനൻ 3ാമത്തെ അടി എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചു. യാതൊരു മടിയും കൂടാതെ തൻ്റെ തല കുനിച്ചു കൊടുത്തു മഹാബലി. വർഷത്തിൽ 1 തവണ തൻ്റെ പ്രജകളെ കാണാൻ അനുവാദവും വാങ്ങി. ഓണത്തിൻ്റെ ഈ ഐതിഹ്യം ഓരോ കൊച്ചുകുട്ടികൾക്കും അറിയാം. എന്നാൽ നാം ഓണാഘോഷത്തിന് പ്രധാനമായും ചെയ്യുന്ന ഒരു കാര്യം ഓണപ്പൂക്കളം ഒരുക്കുക എന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ കഥയിൽ എവിടെയും പൂക്കളത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ പിന്നെ ഓണാഘോഷത്തിൽ പൂക്കളം വന്നതെങ്ങനെ എന്നറിയാമോ? ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ നമ്മൾ പൂക്കളം ഇടാറുണ്ട്. ഈ പൂക്കളം ഒരുക്കുന്നത് തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ്. തൃക്കാക്കരയപ്പൻ എന്നാൽ വാമനൻ, സാക്ഷാൽ മഹാവിഷ്ണു. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളം ഉണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നാണ് പൂക്കളത്തിനു പിന്നിലെ ഒരൈതിഹ്യം. മണ്ണുകൊണ്ടോ തടി കൊണ്ടോ തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പൂക്കളത്തിന് നടുവിൽ വയ്ക്കുന്ന രീതിയുണ്ട് പലയിടങ്ങളിലും. വർഷത്തിലൊരിക്കൽ മാത്രം തങ്ങളെ കാണാനെത്തുന്ന പ്രിയപ്പെട്ട രാജാവിനെ കാണാൻ പ്രജകൾ കാത്തിരുന്നു. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ രാജാവിനെ വരവേൽക്കാൻ അവർ പൂക്കൾ കൊണ്ട് കളം തീർത്തു. എന്നാൽ പാതാളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട മഹാബലി അന്നെത്തിയില്ല. പിന്നീടുള്ള ദിവസങ്ങളിലും ഓരോ പൂക്കളും വർണ്ണങ്ങളും ചേർത്ത പ്രജകൾ കാത്തിരിപ്പ് തുടർന്നു. ഒടുവിൽ തിരുവോണ നാളിൽ മഹാബലി വന്നെത്തി. ഇങ്ങനെയൊരു കഥ കൂടിയുണ്ട് പൂക്കളത്തിനു പിന്നിൽ. അത്തപ്പൂവിടുന്നതിൽ പ്രാദേശികമായ രീതി വ്യത്യാസങ്ങളുണ്ട്. ചിങ്ങത്തിലെ അത്തം നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. ചിലയിടങ്ങളിൽ അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ നിലത്ത് തുമ്പപ്പൂവ് മാത്രമാണ് അലങ്കരിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവിധയിനം പൂക്കൾ ഉപയോഗിക്കുന്നു. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ 1 നിര പൂ മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവിടാനും പാടില്ല. 2ാം ദിവസം 2 ഇനം പൂവുകൾ, 3ാം ദിവസം 3 ഇനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം കൂടി വരും. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാടത്തിൻ നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. എന്നാൽ ചിലയിടങ്ങളിൽ 1 നിറത്തിലുള്ള പൂവിൽ തുടങ്ങി 10ാം ദിവസം 10 നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നുണ്ട്. ചാണകം മെഴുകിയ വെറും നിലം കൂടാതെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ചാണകം മെഴുകിയ ചെറു മണ്ഡപവും പൂവിടുന്നതിന് ഉപയോഗിക്കാറുണ്ട്. പൂക്കളത്തിൻ്റെ മുന്നിലായി കുട കുത്തുന്ന രീതിയുമുണ്ട് ചിലയിടങ്ങളിൽ. ഒരു ഈർക്കിലി എടുത്ത് അതിൽ ചെമ്പരത്തി, മറ്റു പൂക്കൾ എന്നിവ കോർക്കുന്നതിനെയാണ് കുട കുത്തുക എന്ന് പറയുന്നത്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.